അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാന് സർവ്വസ്തുതികളും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, കാത്തിരിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തരട്ടെ. വളരെ കുറഞ്ഞ സമയം, ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കലാണ് ഈ മജ്ലിസിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. കാരണം അധിക സമയം നമുക്കില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും മിക്കവരും കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, സഹോദരൻ, അങ്ങനെ കുടുംബത്തോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. വഴക്കുകളും വിദ്വേഷങ്ങളും പിണക്കങ്ങളും അങ്ങനെ തുടങ്ങി വലിയ സമാധാനമില്ലാത്ത ഒരിടമായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. അള്ളാഹു കുടുംബത്തിൽ ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഭാര്യ, വീട്ടിലുള്ള ഉമ്മമാർ, ഉമ്മ അല്ലെങ്കിൽ ഭാര്യ, നമ്മുടെ പെങ്ങൾ, ഒരു പെണ്ണാണ് വീടിന്റെ എല്ലാം നിയന്ത്രിക്കുക, അല്ലേ? ഒരു പെണ്ണ് വിചാരിച്ച ലോകം മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മുൻഗാമികൾ പറഞ്ഞു വെച്ചത് വെറുതെ അല്ല. ഒരു കുടുംബത്തിന്റെ അച്ചടക്കം, ഒരു കുടുംബത്തിന്റെ ഒരുമ, ഒരു കുടുംബത്തിന്റെ ഐക്യം എല്ലാം നോക്കുന്നത് പെണ്ണാണ്. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകും, വൈകുന്നേരമാണ് വരണത്. പിന്നെ അവൻ വന്ന ക്ഷീണം കാരണം കിടന്നുറങ്ങും. അപ്പൊ കാര്യങ്ങളെല്ലാം പൈസ ഒക്കെ കൊടുക്കുന്നത് അവനാണെങ്കിലും അതിന്റെ എല്ലാ അതിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരു പെണ്ണിന്റെ ബലമുണ്ടെന്നാണ്, പെണ്ണിന്റെ ശക്തി ഉണ്ടെന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു 8 സ്വഭാവങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിലുണ്ടെങ്കിൽ, ഈ 8 സ്വഭാവങ്ങളുള്ള പെണ്ണ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഈ 8-ൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യയിലോ മക്കളിലോ സന്താനങ്ങളിലോ നമ്മുടെ സഹോദരിമാർ ആരിലുണ്ടെങ്കിലും ആ വീട്ടിൽ ബറക്കത്തില്ല. ആ വീട് കുടുംബം പ്രശ്നമാണ്. ആ കുടുംബത്തിൽ എപ്പോഴും വഴക്കുകളാണ്. ആ കുടുംബം തകർന്ന് തരിപ്പണമാകും, ഉറപ്പാണ്. ഈ 8 സ്വഭാവങ്ങളുള്ളവർ സൂക്ഷിക്കണമെന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്. വേഗത്തിൽ പറഞ്ഞു പോകും. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ കുറ്റം പറയുന്നതല്ല കേട്ടോ. ഇത് ഏതെങ്കിലും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് മാറ്റാൻ വേണ്ടിയാണ്. ഇതൊരു പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന, മാറ്റത്തിന്റെ മാറ്റുലി മുഴക്കി കുടുംബത്തിലൂടെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന മനോഹരമായ ഒരു ആശയം നമ്മുടെ കൽബിലേക്ക് കടന്നു വരാനാണ്. അതായത് കുടുംബത്തിലൊക്കെ വറക്കത്ത് തരട്ടെ. അപ്പൊ 8 സ്വഭാവങ്ങൾ, ഈ ദൂഷ്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ ആ കുടുംബത്തിൽ സന്തോഷമില്ല. എന്താണ് കുടുംബത്തിൽ സന്തോഷമില്ലാത്തത്? എപ്പോഴും വഴക്കെന്താ? അതിന് കാരണം അന്വേഷിക്കുന്നവർക്ക് ഇത് നോക്കിയോളി. ഈ 8 കാര്യങ്ങൾ ആരുടെയെങ്കിലൊക്കെ ഭാര്യമാരുടെ, ഉമ്മമാരുടെ, സഹോദരങ്ങളുടെ കൽബിലുണ്ടോ എന്ന് ചിന്തിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവർ. പരസ്പരം തെറ്റിദ്ധാരണ, ഭർത്താവിന്റെ സഹോദരി അല്ലെ ഭർത്താവിന്റെ കൂടപ്പുറപ്പുകൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർ മനസ്സുകൊണ്ടുപോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിങ്ങനെ ഓരോന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓരോരുത്തരെ, അത് അങ്ങനെ വന്നത് ഇങ്ങനെയാണ്, ചിലപ്പോൾ അവർ വരാത്ത ഇങ്ങനെ ആയിരിക്കാം, അവർ വന്നത് ഇങ്ങനെയല്ലേ, അവർ നോക്കിയത് അങ്ങനെയല്ലേ, അവർ പറഞ്ഞത് ഇങ്ങനെയല്ലേ. ഒരു പെണ്ണ് വിചാരിച്ചാൽ പിന്നെ പ്രശ്നങ്ങളായി. അപ്പൊ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പെണ്ണ് ആ കുടുംബത്തിൽ നാശമാണ്, ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാണെന്ന് മുൻഗാമികൾ. രണ്ടാമത്തത്, സ്വന്തം അഭിപ്രായമാണ് ശരിയെന്ന് ചിന്തിക്കുന്നവർ. ഭർത്താവ് ഒരു കാര്യം പറയും, മക്കളൊരു കാര്യം പറയും, മാതാപിതാക്കൾ കാര്യം പറയും, ഭർത്താവിന്റെ മാതാപിതാക്കൾ പറയും, ഇതൊന്നും അംഗീകരിക്കൂല. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുന്നത് പോലെ ഞാൻ പിടിച്ചതാണ് ശരി എന്ന ചിന്ത ഏതൊരു പെണ്ണിനുണ്ടോ, പെണ്ണെ നീ കാരണം കുടുംബം തകർന്നടിയും. ആർക്കും അഭിപ്രായം പറയാൻ കഴിയില്ല. സ്വയേഷ്ട പ്രകാരം ചെയ്യുക. ആരോടും കൂടിയാലോചനയില്ല, ആരോടും ഒന്ന് ആലോചിക്കുക പോലും ചെയ്യൂല. അങ്ങനെയുള്ള സ്വഭാവമുള്ള പെണ്ണ് കുടുംബത്തിൽ പ്രശ്നമാണ്, കുടുംബത്തിൽ ബറക്കത്തില്ല, വഴക്കുകളാണ്. മൂന്നാമത്തത്, രഹസ്യം പരസ്യമാക്കുന്നവർ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും, എടി നീ അറിഞ്ഞ ഇല്ല, എന്തേ അതേ കടയിൽ ഇങ്ങനെ ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പോ ഇങ്ങനെ ഒരു കാര്യം അവിടെ പറയാനിട്ടു, നീ ഇത് ആരോടും പറയണ്ട കേട്ടോ, ഇത് രഹസ്യമൊക്കെ വെച്ചിരുന്നാൽ മതി എന്ന് പറയും. രാവിലെ ഓൻ കടയിൽ പോയിട്ട് തിരിച്ചല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ സുബൈക്ക് പള്ളിയിലോ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം അറിയും. ഇപ്പൊ പിന്നെ പരസ്പരം സംസാരിക്കണ്ടല്ലോ. മുമ്പൊക്കെ ആണെങ്കിൽ വീടിന് അയലൊക്കെ കാര്യമൊക്കെ ഒരുമിച്ച് കൂട്ടിയ വായ്പ ഒന്നുമില്ല, നേരെ ഗ്രൂപ്പിലേക്ക് അങ്ങ് തട്ടലാണ്, വാട്സപ്പിലൂടെ ഷെയർ ചെയ്യലാണ്. അപ്പൊ രഹസ്യങ്ങൾ പരസ്യമാക്കുക. ഭർത്താവ് പറയരുത് എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഒരാൾ പറയരുത് എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, ആ രഹസ്യം നമ്മൾ പരസ്യമാക്കാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്ക് കുടുംബത്തിൽ തകർച്ചയാണ്. നാലാമത്തത്, അപവാദങ്ങളും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കൽ. നമ്മളൊരു വാർത്ത കേട്ടു, രണ്ടും കൂടി കണക്ട് സംസാരിക്കാം. അതായത് നേരത്തെ പറഞ്ഞത് എന്താണ്? രഹസ്യങ്ങൾ പരസ്യമാക്കുകയും
നാലാമത്തത് ഉറപ്പില്ലാത്ത, നമുക്കൊരു വാട്സപ്പിൽ ഒരു വാർത്ത കിട്ടി, അല്ലെങ്കിൽ ഒരാൾ നമ്മളടുത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ നമ്മുടെ ഇനി അറിഞ്ഞോ ഇന്ന ഓളുടെ മോള് അല്ലെങ്കിൽ ഓളുടെ മോൻ എന്തോ ഒരു കേസിൽ പെട്ടെന്നൊക്കെ പറയണോ, MDMA ആണോ തൂഫാനാണോ, സത്യമാണോ കള്ളാണോ എന്നറിയൂടെ, ഇതങ്ങ് ഷെയർ ചെയ്യൽ തന്നെ, അതങ്ങ് ഷെയർ ചെയ്യൽ തന്നെ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത്. അതുപോലെ നമ്മൾ അപവാദങ്ങൾ പറയരുത്, ഇത് നാശത്തിന് കാരണമാണ്. അഞ്ചാമത്തത് ചെറിയ കാര്യങ്ങളെ വലുതാക്കുക, ചെറിയ കാര്യങ്ങൾ വലുതാക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫോൺ വിളിച്ചില്ല, വിളിക്കാൻ വിട്ടുപോയി, ചെറിയ കാര്യമാണ്, വിളിച്ചില്ല, സമയം കിട്ടിയില്ല, അവിടെ തീർന്നു. പക്ഷെ അതിങ്ങനെ വലുതാക്കുക, അതിങ്ങനെ വലുതാക്കി ഊതിപ്പെരിപ്പിക്കുക. ചെറിയ കാര്യങ്ങളെ, ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ വന്നു, ആരെങ്കിലും വന്നില്ല, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വെളി പറയില്ല, അത് അവർ വരാത്ത മനഃപൂർവ്വമാണ്, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കുക. ചെറിയ കാര്യങ്ങളെ വലിപ്പത്തിലാക്കുക, വലുതാക്കി കാണിക്കുക, അതും കുടുംബത്തെ തകർക്കാൻ ബറക്കത്തില്ലാത്തതിന്റെ കാരണമാണ്. അതുപോലെ ആറാമത്തത് അസൂയയും വിദ്വേഷവും വെറുപ്പും. മനസ്സിൽ അസൂയാണ്, ആരും നന്നാകുന്ന ഇഷ്ടമല്ല. അങ്ങനെയുണ്ടോ? നിങ്ങളെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞു തന്നാണ്. നിങ്ങളൊക്കെ നല്ലവരാ, ഈ മജ്ലിസുകൾക്ക് ഉമ്മമാരൊക്കെ നല്ല റാഹത്തുള്ളവരാണ്, അത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അസൂയ ഉള്ളവർ, ഒരാൾ നന്നാകുന്ന ഇഷ്ടമല്ല. നമ്മുടെ കുടുംബത്തിലാകട്ടെ ആർക്കെങ്കിലും രണ്ട് നല്ല വീട് വെച്ചാൽ, ഒരു വീട് വന്നാൽ നമ്മൾ മനസ്സിലൊരു സ്വസ്ഥതയില്ല. ഒരാൾ പുതിയൊരു വണ്ടി എടുത്തു, നമുക്ക് ഒരു ടെൻഷനാണ്. ആ പൈസ കടം വാങ്ങിയായിരിക്കും, അപ്പൊ അവന് ടെൻഷൻ ഇല്ല, കണ്ടേക്കുന്ന നമുക്കാണ് ടെൻഷൻ. ഒരാൾ രക്ഷപ്പെടുന്ന നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ ശീലം മാറ്റണം, നമ്മൾ ശീലം മാറ്റണം. ഒരാളോട് നമ്മൾ വെറുപ്പ് വയ്ക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുമെന്ന് എല്ലാവരും ഒരു പശ്ചാത്തലത്തിൽ വളർന്നവരൊന്നും അല്ലല്ലോ, പല മൈൻഡുള്ളവരല്ലേ. അപ്പൊ എല്ലാം കൂടുമ്പോൾ പല പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ ചിലത് കണ്ടില്ലെന്ന് നടിക്കണം, ചിലത് കണ്ടു എന്ന് നടിക്കണം, ചിലടത്ത് ചിരിക്കേണ്ടി വരും, ചിലടത്ത് കരയേണ്ടി വരും. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമേ കരയും, പുറമേ കരഞ്ഞുകൊണ്ട് ഉള്ളിൽ ചിരിക്കുക, ഒക്കെ കുടുംബത്തിലുള്ളതാണ്, ശ്രദ്ധിക്കുക. ആറാമത്തത് അസൂയയും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ. ഏഴാമത്തത് സംശയം വളർത്തുന്നവർ. സംശയത്തെ ഇട്ടുകൊടുത്താൽ അവിടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ആരുടെയെങ്കിലും കൽബിൽ സംശയം വന്നാൽ, ഒരു ചെറിയ പുള്ളി വന്നാൽ, ശപിക്കപ്പെട്ടവനായ പിശാച് അതിനെ വളർത്തി വലുതാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തിന്, ഹദീസിന്റെ ആശയത്തിൽ കാണാം. ഒരു ചെറിയ പൊട്ട്, ഒരാൾ ഒറ്റയ്ക്ക് മാറി സംസാരിക്കുകയാണ് ഫോണിൽ, അവൻ ആർക്കായി വിളിക്കണേ, അവൾ ആർക്കായി വിളിക്കണേ, വെറുതെ രണ്ടുപേര് കേൾക്കെ പറയാം, സംശയം ഇട്ട് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുന്നറിയോ, ഇവര് നോക്കുമ്പോഴൊക്കെ ഫോൺ വിളിക്കായിരിക്കും. ഈ രണ്ടൊരു കേട്ടോണ്ടിരിക്കുവാണല്ലോ, ഇവര് നോക്കുമ്പോഴൊക്കെ ഫോൺ വിളിക്കായിരിക്കും. ചിലപ്പോൾ ഇവര് നോക്കുന്ന സമയത്തായിരിക്കും അവര് ഫോൺ വിളിക്കണം, ഒന്നുമില്ല, ഇവര് വിളിക്കുമ്പോൾ ഫോൺ സംസാരിക്കും. 24 മണിക്കൂർ ഫോൺ, ഓൻ ഗൾഫില്ല, ഇവളെപ്പോഴും ഫോണിൽ തന്നെ. വെറുതെ ഒരു സംശയം ഇട്ടുകൊടുത്ത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ആളുകൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുക. സംശയങ്ങൾ, ഭർത്താവിൽ ഭാര്യയ്ക്ക് സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിൽ സംശയം പാടില്ല. നമുക്ക് വ്യക്തമായി, നമ്മൾക്ക് നേരിട്ട് കണ്ടു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, ചോദിക്കാം. മനസ്സിൽ സംശയങ്ങൾ ഇട്ടുകൊണ്ട് നടന്നാൽ ആ ജീവിതത്തിൽ സന്തോഷമില്ല, ബറക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തത് പറഞ്ഞു, ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത പെണ്ണേ വീട്ടിൽ ബറക്കത്തില്ല. ചില ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ ക്ഷമിക്കണം. ഇത് വീട്ടിലൊരു ചെറിയ പ്രശ്നം പറയുമ്പോൾ ഉടനെ സ്വന്തം വീട്ടിൽ ചുമ്മാ എവിടെ പ്രശ്നമാണ് ഞാനിവിടെ നിൽക്കൂല, നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. കുടുംബമല്ലേ, നമ്മുടെ വീടിന്റെ ഫ്രീഡവും നമ്മുടെ വീടിന്റെ സ്വാതന്ത്ര്യവും നമ്മുടെ വീടിന്റെ ഒക്കെ ഇവിടെ കിട്ടൂല. അപ്പൊ കുറച്ചൊക്കെ ലിമിറ്റ് ഉണ്ടാകും, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് വെക്കണം. ഇല്ല, നമ്മൾ ചിന്തിക്കുക ഒരു ചെറിയ നിസ്സാര കാര്യമാണ്, ഒന്ന് ക്ഷമിക്കാൻ. അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരാണ്, അവൻ അവിടുത്തെ ജോലിയുടെ ആകെ ഡിപ്രഷനൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരാണ്. അപ്പൊ ഭാര്യ എന്ത് ചെയ്യുക, കുടിക്കാൻ വെള്ളം കൊടുത്തില്ല, അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തില്ല, നന്നായി ഷൗട്ടായി, ദേഷ്യമായി. ഭർത്താവ് ദേഷ്യപ്പെട്ടു, ഓന്റെ സങ്കടങ്ങൾ ഇവിടെ തീർക്കാൻ ഇവിടെ ഉള്ളൂ. മാനേജറെ ചീത്ത വിളിക്കാൻ പറ്റൂലല്ലോ, കൂടെ ജോലി എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ പറ്റൂല. അപ്പൊ ആകെ ഉള്ള വീട്ടിലുള്ള ഭാര്യയാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ജോലിയുടെ ഭാരം മുഴുവൻ ഇറക്കി വെക്കുന്ന അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. അപ്പൊ ഭാര്യ എന്ത് ചെയ്യും, ഒന്ന് ക്ഷമിക്കുക, ഒന്ന് സഹിക്കുക, ഒന്ന് പൊറുക്കുക. അവന്റെ സങ്കടം കൊണ്ട് പറയണാണ്, അവന്റെ ടെൻഷൻ കൊണ്ട്. അങ്ങനെ ചിന്തിക്കുക, എന്നെ ചീത്ത വിളിക്കാറായോ, എന്നെ ദേഷ്യപ്പെടണം, 100 പവനും 1 ഏക്കർ വസ്തുവും കൊടുത്ത് കെട്ടിച്ചൊരു കാറും കൊടുത്താ ഞാൻ അവിടെ വന്നേ, അപ്പൊ എന്നെ ഭരിക്കാൻ പറയണം എന്ന ചിന്ത പാടില്ല. പ്രിയമുള്ളവരെ, കുടുംബം അത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ 8 സ്വഭാവങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആ കുടുംബത്തിൽ ബറക്കത്തില്ല, ആ കുടുംബത്തിൽ പ്രശ്നമാണ്, വഴക്കാണ്, സന്തോഷമില്ല എന്നതിന് കാരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആശയത്തിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾക്കായി ഈ
ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമുക്ക് മറ്റൊരു സംരംഭമാണ് ബദറിൻ തീരം എന്ന ചാനൽ. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് തിബ്ബുസലാത്തും അസ്മാൽ ഹുസ്നയും അസ്മാൽ ബദറും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ സദസ്സും മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടിയും പറഞ്ഞും നിൽക്കുന്ന ആയിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്സാണ് രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന ചാനലിലാണ്. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക കഥകൾ, പ്രവാചകന്മാരുടെ കഥകൾ, ഒരുപാട് സംഭവങ്ങൾ അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന 3 ചാനൽ, വോയിസ് ഓഫ് ഷഫീഖ് ബദരി, അതോടൊപ്പം ബദറിൻ തീരം മജ്ലിസ്, അതോടൊപ്പം ബദറിൻ തീരം ചരിത്ര കഥകൾ 3 ചാനൽ നമുക്കുണ്ട്. 3 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റെടുക്കുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.